പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. നമസ്കാരം, നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പവിത്രമായ നിള നദിയുടെ തീരത്താണ്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 തീയതി വരെയാണ് മഹാകുംഭമേള ഇവിടെ നടക്കുന്നത്. നമുക്ക് കുംഭമേളയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ കുംഭമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 271 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തിരുനാവായിൽ കുംഭമേള നടക്കുന്നത്. സംസ്കൃതത്തിൽ ജനുവരി മാസത്തെ മാഘമാസം എന്നാണ് പറയുന്നത്. മാഘമാസത്തിൽ നടക്കുന്ന മഹാ ഉത്സവം ആയതുകൊണ്ടാണ് മഹാമാഘം എന്ന പേരിൽ ഈ ഉത്സവം അറിയപ്പെട്ടത്. മഹാമാഘം എന്ന പേര് പിന്നീട് ലോപിച്ചാണ് മാമാങ്കം എന്ന പേരുണ്ടായത്. പുരാതന കാലം മുതൽ കേരളത്തിൽ ആചരിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ഇത്. ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു നദി ഉത്സവമാണിത്. നമ്മൾ മാമാങ്കത്തെ പറ്റി കേട്ടിട്ടുള്ളത് നാട്ടുരാജാക്കന്മാർ തമ്മിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ കൂട്ടക്കൊലകളും ചാവേറുകളുടെ പോരുകളും അവരെ മണിക്കിണറ്റിൽ കെട്ടിത്താഴ്ത്തിയ കഥകളുമാണ്. ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് അമൃതകുംഭവുമായി ഗരുഡൻ പറന്നപ്പോൾ 4 സ്ഥലങ്ങളിൽ അമൃതകുംഭത്തിൽ നിന്നും അമൃതിൻ്റെ തുള്ളികൾ വീണു. ഹരിദ്വാർ, പ്രയാഗ്, നാസിക്, ഉജ്ജയിൻ ഇവയാണ് ആ 4 സ്ഥലങ്ങൾ. 12 വർഷങ്ങൾ കൂടുമ്പോൾ ഈ 4 സ്ഥലങ്ങളിലെ നദികളിൽ അമൃതപ്രവാഹം ഉണ്ടാകുന്നു, അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവിടെ അമൃത സ്നാനം ചെയ്യുന്നത് മഹത്തരമാകുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കേരള കുംഭമേള നടക്കുന്ന തിരുനാവായ. സപ്തനദികളും സംഗമിക്കുന്ന ഭാരതപ്പുഴയിൽ ഈ വിശിഷ്ട ദിവസങ്ങളിൽ സ്നാനം ചെയ്യുന്നത് വലിയ പുണ്യമായി കരുതുന്നു. കേരളോൽപ്പത്തിയിൽ പരശുരാമൻ്റെ യാഗവുമായി ബന്ധപ്പെട്ട് പരശുരാമൻ കേരളമുണ്ടാക്കിയ കഥ പറയുന്നുണ്ട്. ഇതിൽ ഭാരതപ്പുഴയെ പറ്റിയും പറയുന്നുണ്ട്. പരശുരാമൻ കടലിലേക്ക് മഴുവെറിഞ്ഞ് 64 തുടം ഭൂമിയെടുത്ത് അത് 64 ഗ്രാമങ്ങളായി ഭാഗിച്ചു. വടക്ക് 32, തെക്ക് 32, അതായത് ഗോകർണം മുതൽ രാമേശ്വരം വരെ പെരുമ്പുഴയ്ക്ക് തെക്കും വടക്കുമായി കിടക്കുന്നു. ഈ ചന്ദ്രഗിരി പുഴയാണ് ഈ പെരുമ്പുഴ. കാസർഗോഡിൻ്റെ അതിർത്തി പങ്കിടുന്ന കർണാടകയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഈ ചന്ദ്രഗിരി പുഴ. അങ്ങനെ പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിനെ കൊണ്ടുവന്ന് ഒരു യാഗം നടത്തി. ആ സ്ഥലമാണ് തവനൂർ. തവനൂരിൽ നടത്തിയ ഈ യാഗത്തിൽ യജമാന പത്നിയായി നിശ്ചയിച്ചിട്ടുള്ളത് സരസ്വതി ദേവിയായിരുന്നു. എന്നാൽ സമയത്ത് സരസ്വതി ദേവിക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ മറ്റൊരു പത്നിയായ ഗായത്രി ദേവിയെ യജമാന പത്നിയായി ഇരുത്തി യാഗം ആരംഭിച്ചു. സരസ്വതി ദേവി വന്നപ്പോൾ യാഗം തുടങ്ങി. അത് സരസ്വതി ദേവിക്ക് വലിയ അപമാനമായി തോന്നി. അങ്ങനെ സരസ്വതി ദേവി ഗായത്രി ദേവിയെ നദിയായി പോകട്ടെ എന്ന് ശപിച്ചു. ഗായത്രി ദേവി തിരിച്ചും ശപിച്ചു. അവസാനം രണ്ടുപേരും ഇരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു. പക്ഷേ ശപിച്ചത് ഫലിക്കാതെ പറ്റില്ലല്ലോ. അവരുടെ അംശത്തെ നദിയായി ഒഴുക്കി. അതിലേക്ക് മറ്റെല്ലാ ദേവതാ പത്നിമാരും അവരുടെ ചൈതന്യത്തെ ആ നദിയിലേക്ക് ഒഴുക്കി. സരസ്വതിയുടെയും ഗായത്രിയുടെയും ചൈതന്യവും മറ്റ് ദേവതകളുടെ ചൈതന്യവും ഉപനദികളായിട്ടുള്ള നദിയാണ് ഭാരതപ്പുഴ. അനേകം പുഴകളുണ്ടെങ്കിലും ഭാരതം എന്ന പേരിൽ ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന ഒരേയൊരു പുഴയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പണ്ടുള്ള പേരാണ് പ്രതീജി. പേരാറ് എന്നും പേരുണ്ട്. അവിടെയാണ് ബ്രഹ്മദേവൻ്റെ യാഗം നടന്നത്. ഇന്ത്യയിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ളത് വളരെ അപൂർവമാണ്. ഇത് കഴിഞ്ഞാൽ രാജസ്ഥാനിലെ പുഷ്കറിലാണ് ബ്രഹ്മക്ഷേത്രമുള്ളത്. തിരുനാവായ എന്ന സ്ഥലത്തിനും സവിശേഷമായ പ്രത്യേകതയുണ്ട്.
തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനമാണ്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവരാണല്ലോ ത്രിമൂർത്തികൾ. കൂടാതെ തിരുനാവായയിലാണ് നാവാമുകുന്ദ ക്ഷേത്രമുള്ളത്. നവയോഗിമാരാണ് തിരുനാവായയിൽ സാളഗ്രാമ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ആദ്യം പ്രതിഷ്ഠ നടത്തിയ 8 സാളഗ്രാമങ്ങളും ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു പോവുകയും അവസാനത്തെ 9ാമത്തെ സാളഗ്രാമമാണ് അവിടെ ഉറച്ചത്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നാവാമുകുന്ദ വിഗ്രഹം. വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥമറിയാമല്ലോ, വിശേഷാൽ ഗ്രഹിക്കാവുന്നത് എന്നാണ്. അത് 9 യോഗികൾ ചേർന്ന് പ്രതിഷ്ഠിച്ചതുകൊണ്ട് നവയോഗപ്പറമ്പ് എന്നും തിരുനവയോഗായപ്പറമ്പ് എന്നൊക്കെയുള്ള പേരുകൾ ലോപിച്ചാണ് തിരുനാവായ എന്ന പേര് ഉണ്ടായത്. ഇതുകൂടാതെ നാവാമുകുന്ദ ക്ഷേത്രത്തിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. 1. ക്ഷേത്രത്തിലെ മുകുന്ദ വിഗ്രഹത്തിൻ്റെ ലോഹക്കൂട്ട് എന്ത് എന്ന് ആർക്കും അറിയില്ല. 2. പഴുക്കാമണ്ഡപം ക്ഷേത്രത്തിനകത്തോ പുറത്തോ എന്നറിയില്ല. ഇത് പണിതത് പെരുന്തച്ചനാണ്. 3. ക്ഷേത്ര പരിസരത്തെ ഭാരതപ്പുഴയുടെ ഒഴുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എന്നറിയില്ല. 4. ക്ഷേത്രത്തിന് മുന്നിലെ ആലിൻ്റെ ഇലയുടെ അകമേത് പുറമേത് എന്നറിയില്ല. ഈ ആൽ വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയതത്രേ. ഇപ്പോൾ അകവും പുറവും അറിയുന്ന ആലാണ്. ഇതുകൂടാതെ ക്ഷേത്രത്തിന് ഒരു ചെരിവ് സംഭവിച്ചപ്പോൾ പെരുന്തച്ചൻ തൻ്റെ ഉളി ഒരു ഭാഗത്ത് അടിച്ചു കയറ്റി വെച്ച് ആ നേരിയ ചെരിവ് തീർത്തത്രേ. ഈ ഉളി ഇപ്പോഴും ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കേ മൂലയിൽ കാണാം. ഇനി കൗതുകങ്ങൾ പറയാം. ശ്രീകോവിലിൻ്റെ കിഴക്കേ വാതിലിന് മുകളിൽ ഈ ക്ഷേത്രം പണിയാനെടുത്ത തോതിൻ്റെ മുഴക്കോൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. പുഴയ്ക്കും ക്ഷേത്രത്തിനുമിടയ്ക്കുള്ള മതിലിൽ ഐരാവതത്തിൻ്റെ കൊമ്പുകൊണ്ട് ഇളകിയ ഒരു കല്ലുണ്ട്. ഗണപതി ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നടവഴിയിലെ ഒരു കല്ല് പണ്ട് ഇളകിയേ ഇരിക്കുമായിരുന്നുള്ളൂ. പാതാളത്തിൽ തപസ് ചെയ്യുന്ന മഹർഷിമാർ ഈ വഴി വന്ന് നാവാമുകുന്ദനെ തൊഴുതു പോകുന്ന വഴിയത്രേ. കുംഭമേളയ്ക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറ്റിപ്പുറം തവനൂർ വഴി വേണം വരാനായിട്ട്. ഇത് പറയാൻ കാരണം തിരുനാവായ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ആ വഴിയാണ് കുംഭമേളയ്ക്ക് വരുന്നതെങ്കിൽ പാലം താൽക്കാലികമായി വെച്ചിട്ടുള്ളൊരു പാലമാണ്. അത് നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ ആ പാലത്തിലൂടെ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കുറച്ച് ആളുകളെ വീതം കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴി വരികയാണെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും. തവനൂർ വഴിയാണ് വരുന്നതെങ്കിൽ തവനൂരിൽ ബ്രഹ്മക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിലൂടെ നമ്മൾക്ക് ഈ നിളാനദിയുടെ തീരത്ത് വന്ന് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് സൂര്യ നമസ്കാരം കഴിഞ്ഞു. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിറ്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളണ്ടിയർമാർ ഇത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ചെയ്യുന്നത് ഓർഫിറ്റി ഫൗണ്ടേഷനാണ്. അത് സന്തോഷപൂർവ്വം എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. शान्तिरेव शान्तिः सामा शान्तिरेधि जनो जगः समीहसे ततो नो अभयं कुरु सन्नः कुरु प्रजाभ्यो भयन्नः वासुभ्यः सुजान्तिर्भवतु। श्रीमन्महागणाधिपतये नमः। लक्ष्मीनारायणाभ्यां नमः। उमामहेश्वराभ्यां नमः। वाणी हिरण्य गोविन्द बोलो हरि गोपाल ഇതൊക്കെയാണ് കേരള കുംഭമേളയുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും. ഇത്രയും നേരം ഞങ്ങളെ വീക്ഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു ഓൾ.